മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഹെഡിങ്ങിനെ അടുത്തേക്കാണ് ധനികനും ദൈവരാജ്യവും. ധനികനും ദൈവരാജ്യവും. രണ്ട് പേരാ, ഒന്ന് ധനികൻ, രണ്ടാമത് ദൈവരാജ്യം. ധനവാൻ സ്വർഗത്തില് പ്രവേശിക്കുക അസാധ്യമാണ്. അങ്ങനെ കടക്കണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നാൽ മാത്രമേ ധനവാൻ സ്വർഗത്തിൽ കടക്കുമെന്ന് പറയാൻ പറ്റൂ. വചനം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിലേക്ക് കയറി ചെല്ലാനുള്ള വഴികളാണ് 10 കൽപ്പന. 10 പ്രമാണങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ 10 പ്രമാണങ്ങളിലൂടെ യാത്ര ചെയ്താലാണ് നമ്മള് ദൈവരാജ്യത്തിൽ കടന്നത്. ഈശോ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് വചനം പറയുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നമുക്കിപ്പോ ഒരു വീട് കിട്ടിയപ്പോ അല്ലെങ്കിൽ സ്ഥലം കിട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്കൊരു സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം ഇതിലുണ്ടാവണം പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോഴുണ്ടാവണം. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര കൊതി നമുക്കുണ്ടാകണം. എന്തുകൊണ്ടാണ്? ദൈവം നമ്മളുടെ ജീവിതത്തില് ചില സമയങ്ങളിൽ ഇടപെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ചില സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം സ്നേഹമാകും. ദൈവം സ്നേഹമാകും. നമ്മൾ സ്നേഹമാണോ? നമ്മുടെ പേര് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ സ്നേഹമാണ്? ഒരിക്കലും നമ്മൾ സ്നേഹമല്ല, മറിച്ച് നമ്മളിൽ സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മളിൽ സ്നേഹം, കുറച്ചൊക്കെ സ്നേഹം നമ്മളിലുണ്ട്. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് മക്കളെ സ്നേഹിക്കുന്നത്, മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇപ്പൊ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കാൻ സ്നേഹമുള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകും. ദൈവം സ്നേഹമായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യും ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കും, വഴക്കുറയും, ശിക്ഷിക്കുകയും ചെയ്യും, ശിക്ഷണം കൊടുക്കുകയും ചെയ്യും. മക്കളായിട്ട് സ്വീകരിക്കുന്നവരെയോ നല്ല അടിയും കൊടുക്കും. ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ തല്ലും പിടുത്തവും മാത്രമല്ല അതിന്റെ അർത്ഥം. അനുസരിക്കാതെ മറുതലിക്കുന്നവരോട് കർത്താവ് കാണിക്കുന്ന, അവനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ചില കാലഘട്ടങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യുക. നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, കൂദാശ ജീവിതത്തിലെല്ലാം നമ്മൾ പോകുന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ ധനികൻ വന്നേച്ച് പറയുന്നുണ്ട്, യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദിക്കുന്നത് ആരാന്നും കൂടെ പറയണം. ഇവിടെ പറയുകയാണ്, ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. ഇനി പിന്നെ അടുത്ത കാര്യം പറയാണ്, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അവൻ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ചെറുപ്പം മുതലേ അനുസരണം. അപ്പൊ ഈ ചെറുപ്പം മുതലേ അവന്റെ കാരണന്മാരെ അവനെ ശീലിപ്പിച്ചേക്കുന്ന ഒരു കാര്യം. ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു,
നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ട്. ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ട്. പക്ഷെ ദൈവനാമത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. ദൈവത്തിന് കൊടുക്കാൻ, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ നേർച്ചയിടാൻ നമുക്ക് താല്പര്യമാണ്. ഒരു അച്ഛൻ വന്ന് ചോദിക്കുവാണെങ്കിൽ അത് കൊടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ദൈവനാമത്തിൽ ഈ ചെറിയവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ അത് എനിക്കാണ് ചെയ്തതെന്ന് കർത്താവ് പറയുക. ക്രൈസ്തല്ലോ. അപ്പൊ ഈ ചെറിയവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചെറിയവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എല്ലാം ചെയ്യാൻ സഹായിക്കാനൊക്കെ നമുക്ക് തോന്നാറുണ്ട്. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ശത്രുവിന് വിശക്കുമ്പോ ഭക്ഷിക്കാൻ കൊടുക്കും, ദാഹിക്കുമ്പോ കുടിക്കാനും കൊടുക്കും. അപ്പൊ വിശക്കുന്നവനെ എല്ലാവരെയും അല്ല പറയാം, ശത്രുവിന് പോലും എന്തുണ്ടാവണം, നമ്മൾ ഇന്ന് നന്മ പുറപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യും, ശത്രുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പരിസരത്തേക്ക് നോക്കൂല. ഹല്ലേലൂയ. ശത്രുവായിട്ട് കണ്ടു കഴിഞ്ഞാല്, ശത്രു എപ്പോഴും നമ്മുടെ ആരാണ്, ശത്രുവായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് അംഗീകരിച്ച് മാറ്റം ഉണ്ടാവും. അവനാണോ മാറ്റം വരുന്നത്, നമുക്കാണോ മാറ്റം വരുന്നത്? ദൈവം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ശത്രുവിന് വിശക്കുമ്പോ അവന് ഭക്ഷിക്കാൻ കൊടുക്കണം കേട്ടോ, അവനെങ്ങനെ ദാഹിച്ചു കഴിഞ്ഞാൽ അവന് കുടിക്കാൻ കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ശത്രുവിന്റെ വിശപ്പിനെയും ദാഹത്തെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അവന് വിശക്കുണ്ടെങ്കിൽ കൊടുക്കാൻ റെഡിയാവുക. അങ്ങനെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് സ്വർഗ്ഗരാജ്യത്തിൽ പോകാനുള്ള ഏക വഴിയാട്ടോ ഇത് പറയാം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ഒരുവൻ ഓടിച്ചെന്ന് ഈശോയോട് ചോദിച്ചു എന്ന് പറയുന്നത്. അവനെ കുറിച്ച് ഏറ്റവും അവസാനം പറയുന്ന അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ കർത്താവിന് വേണമെങ്കിൽ അധിക വചനത്തെ ഇങ്ങനെ പറയാതെ, ഒരു ധനവാൻ, ഒരു സമ്പന്നൻ യേശുവിന്റെ അടുത്ത് ഓടി വന്നെന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പറയുന്നില്ല, ഒരുവൻ ഓടി വന്നെന്ന് പറയുക. ഏറ്റവും അവസാനമാണ് പറയുന്നത് അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അവൻ ഏത് മനോഭാവമുള്ളവനായിരുന്നു? അപ്പൊ നല്ല പ്രാർത്ഥിക്കുന്ന, ചെറുപ്പം മുതല് വചനങ്ങൾ, കൽപ്പനകളെല്ലാം പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതലേ പാലിക്കുന്ന ഒരാളാണ്. എല്ലാം പാലിക്കുന്നു. എല്ലാം പാലിച്ചിട്ടും കർത്താവ് അവനിൽ കണ്ടെത്തിയത് എന്താണ്? ഒരു കുറവ്. എന്ത് കുറവാണത്? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സില്ലാത്ത, പ്രാർത്ഥന മാത്രമുണ്ട്, കൽപ്പനകളെല്ലാം പാലിക്കും, പക്ഷെ പങ്കുവെക്കാൻ മനസ്സില്ലാത്തൊരു മനസ്സിനുടമയാർന്നവൻ. നമ്മളെ കുറിച്ച് കൂടി അതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം വിറ്റ്, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഒരുവൻ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യത്തില് അവൻ കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ടു എന്നാ പറയുക. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കാ പോയത്. യാത്രാമധ്യത്തിൽ കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ടു. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് സകലതും നഷ്ടപ്പെട്ടു. അവൻ നഗ്നനാക്കപ്പെട്ടു, അർത്ഥപ്രാണനായി. എന്ന് പറഞ്ഞാൽ പകുതി ജീവനുണ്ട്. മുറിവേറ്റ് ജീവനുണ്ടോന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. മറിച്ചെടുത്താൽ മറിഞ്ഞെടുക്കും, തിരിച്ചെടുത്താൽ തിരിഞ്ഞെടുക്കും. അതുപോലെയുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ ചത്ത പോലെ അവ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു പുരോഹിതൻ അതിലൂടെ പോയി. പുരോഹിതൻ കണ്ടെങ്കിലും മറുവശത്തൂടെ കടന്നുപോയി, കണ്ടെങ്കിലും കാണാത്ത രീതിയിൽ പോയി. ലേവി പുരോഹിതൻ അതിലൂടെ കടന്നുപോയി. ലേവായൻ അതിലൂടെ കടന്നുപോയെങ്കിലും കണ്ടെങ്കിലും മറ്റൊരു വശത്തൂടെ മാറിപ്പോയി. മൂന്നാമതൊരു സമരിയാക്കാരന്റെ വിജാതീയൻ വന്നു. സമരിയ പട്ടണത്തിൽ നിന്ന് ആ സമരിയാക്കാരൻ വന്നു കഴിഞ്ഞപ്പോ അവൻ അങ്ങ് ദൂരേക്ക് നോക്കി. അവന്റെ നോട്ടം എവിടെയായിരുന്നു? അങ്ങ് ദൂരെ ഉണ്ടായിരുന്ന മുറിവേറ്റവനെ കണ്ടപ്പോ അവൻ ഓടിച്ചെന്നു എന്നാ പറയുക. മറ്റവർ രണ്ടുപേരും ഓടിപ്പോയി എന്നായ. ഓടിപ്പോകുന്നവരും ഓടി ചെല്ലുന്നവരും തമ്മില് വ്യത്യാസമുണ്ട്.
മുറിവേറ്റവനെ കാണുമ്പോൾ കാണാനൊരു കണ്ണ്, ഒരു മനസ്സ്, ഒരു വാഞ്ച, ഒരു താല്പര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു മനസ്സ് നമ്മളിൽ ദൈവം രൂപപ്പെടുത്തട്ടെ. ക്രൈസ്തല്ലോ, ഹല്ലേലൂയ. അവന്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും തൈലവും ഒക്കെ വെച്ച് അവന്റെ മുറിവ് വെച്ച് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ അടുത്ത സത്രം വരെ അവനെ കൊണ്ടുപോയി. അപ്പൊ ഇവിടുന്ന് മുതല് അവിടം വരെ, സത്രം വരെയും ഈ മനുഷ്യൻ എന്ത് ചെയ്തു? നടന്നു എന്ന് അതിന്റെ അർത്ഥം. മറ്റവനെ എന്ത് ചെയ്തു? കഴുതപ്പുറത്ത് കയറ്റി അവനെ സുഖമായിട്ട് ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ത്യാഗമുണ്ട്. പ്രാർത്ഥന മാത്രമല്ല, പൊന്ത മാത്രമല്ല, അവിടെ ത്യാഗമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന്റെ കയ്യില് ഉണ്ടായിരുന്ന എത്ര ദനാറ ഉണ്ടായിരുന്നു? 2 ദനാറ ഉണ്ടായിരുന്നു. അത് ആ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യില് ഇവനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഈ ദനാറയെ ഇതിന്റെ ഇതുകൊണ്ട് ഉള്ളതെല്ലാം വാങ്ങി എല്ലാം ചെയ്തോ. അത് കഴിച്ച് കൂടുതൽ എന്തായാലും ചെലവാകുവാണെങ്കിൽ എന്ത് ചെയ്തേക്കാം, ഞാൻ ഇനി മടങ്ങി വരുമ്പോ തന്നോളാം. അപ്പോ അവൻ ആ മുറിവേറ്റവനെ ദൂരെ വെച്ച് കണ്ടു. അതൊന്ന് ദൂരെ വെച്ച് തന്നെ കണ്ടു. ദൂരേക്ക് നോക്കി കാണാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും, കണ്ണുണ്ടാകും, ഒരു മനോഭാവം ഉണ്ടാകും. അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാനൊരു മനോഭാവം ഉണ്ടാകും. അവൻ ആ ത്യാഗം ഏറ്റെടുത്തു. മൂന്നാമത് അവന്റെ മുറിവ് വെച്ച് കെട്ടി. ഈ മുറിവ് വെച്ച് കെട്ടുക എന്ന് പറഞ്ഞെങ്കിൽ മുറിവ് വെച്ച് കെട്ടാനുള്ള ഒരു തുണിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. മുറിവ് വെച്ച് കെട്ടാനുള്ള തുണിയൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ അവന്റെ അരയിൽ കെട്ടിയേക്കണ തുണിയായിരിക്കാം, അല്ലെങ്കിൽ ഇട്ടിരുന്ന വസ്ത്രമായിരിക്കാം. അവൻ വലിച്ചു കീറിയിട്ടായിരിക്കും അത് കിട്ടുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ നഷ്ടപ്പെടുത്താൻ മനസ്സ് കാണിച്ചു. അവന് യാതൊരു ബന്ധവുമില്ല, യാതൊരു പരിചയമില്ല. അപ്പൊ യാതൊരു പരിചയമില്ലാത്തവനെ ദൂരെ തന്നെ കണ്ട് അവന് വേണ്ടി എന്തും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകും. നമ്മുടെ സ്വന്തക്കാര്, ഏറ്റവും സ്വന്തക്കാര് തന്നെ മുറിവേറ്റ് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ എത്ര ദിവസം നോക്കുമായിരിക്കും? കുറച്ചൊക്കെ നമ്മൾ നോക്കാൻ ശ്രമിക്കും. ഒരു കുറച്ച് നാളുകൾ കിടക്കേണ്ടതായിട്ട് വന്നു എന്ത് ചെയ്യും? കുറച്ച് നമുക്ക് മടുപ്പാവും, ബുദ്ധിമുട്ടാവും. നമുക്ക് പിന്നെ നമ്മൾ പിൻവാങ്ങുന്ന ഒരു മനോഭാവം ഉണ്ടാകും. പക്ഷെ സത്യത്തില് ഇവിടെ കാണിച്ചിരുന്ന ആ ധനവാന്റെ ആ മുറിവിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. മുറിവും അവന്റെ ആ ഇല്ലായ്മകളെ, ബുദ്ധിമുട്ടിനെ എല്ലാം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല സമരിയാക്കാരൻ. നല്ല സമരിയാക്കാരൻ അവനെ അവിടെ കൊണ്ടുപോയി ചെന്ന് സത്രം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. 2 ദനാറ് കൊടുത്തു. എന്നിട്ട് എന്നാ ശരി, എന്നാ പോവാന്നല്ല പറഞ്ഞത്, ഞാൻ പോയിട്ട് തിരികെ വരും. തിരികെ വരുമ്പോൾ കൂടുതൽ എന്തായാലും ചെലവായാൽ അതൊക്കെ ഞാൻ തന്നോളാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് അതിന്റെ അർത്ഥം. ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പേര് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടം. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടേണ്ട കാലഘട്ടം. ഒരുപാട് പേരും പ്രാർത്ഥിച്ചു ശക്തിപ്പെടേണ്ടതായ ഒരു കാലഘട്ടത്തിലായിട്ട് നമ്മൾ. പക്ഷേ നമ്മൾ നോക്കിയേ, പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ശൂന്യത മാത്രമാണ്. ഒരു മനുഷ്യനില്ല. ടൗണിലേക്ക് പോണ ആളുകളെ കാണണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് വിളിച്ച് അങ്ങ് താഴെ കേൾക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളി, കാര്യങ്ങൾ പറയുക. ഇവിടുത്തെ കറി ഉണ്ടാക്കുന്നത് മതി അവിടെ ആയിരിക്കും, അവിടുത്തെ കറി ഉണ്ടാക്കുന്നത് ഇവിടെ ആയിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്ന ചേമ്പും പുഴുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അവിടുന്ന് അച്ചാറും അല്ലെങ്കിൽ ചമ്മന്തി അത് ഇവിടെ കൊണ്ടുവന്നെത്തി എല്ലാവരും ഒരുമിച്ച് ഇലയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പാത്രമൊക്കെ ഒരുമിച്ചിട്ടിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് വട്ടം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പോലും പറ്റാത്തൊരു ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതെന്തുകൊണ്ടാണ്? സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, മനസ്സ് ശുഷ്കിച്ചു പോയതുകൊണ്ടാണ്. മനസ്സ് ശുഷ്കിച്ചു എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവര് അത്രയത്തിലേക്കൊന്ന് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമുണ്ട്, പക്ഷെ പരസ്നേഹമില്ല. ദൈവസ്നേഹത്തിലേക്ക് വളരുകയും സഹോദരങ്ങളിലേക്ക് പടരുകയും ചെയ്യും. ദൈവത്തിലേക്ക് വളരുകയും സഹോദരങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിന്റെ സ്ഥായിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടന. ഒരുവൻ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടം ദൈവത്തിലേക്ക് ഉയരുമ്പോൾ
ദൈവത്തിൽ നിന്ന് വരുന്ന കൃപ അവൻ സ്വീകരിച്ച് അവന് മാത്രമല്ല അത് അവനിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. വാട്ടർ ടാങ്കില് വെള്ളം ഒരു ടാപ്പിലേക്ക് വരുമ്പോൾ ആ ടാപ്പില് അവിടെ മാത്രമല്ല അത് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടും. നമുക്ക് കിട്ടുന്ന കൃപ, നമുക്ക് എന്ത് കൃപയാണ് കിട്ടിയിട്ടുള്ളത്, അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും. നമുക്ക് എന്ത് കൃപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇവിടെ ഇരിക്കാനുള്ള കൃപ കിട്ടിയിട്ടില്ലേ? ഇവിടെ ഇരിക്കാനുള്ള കൃപ കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയോളൂ. അപ്പൊ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കൃപയിൽ നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തവരെ, അവര് വന്നില്ല, അവർക്ക് സമയമുണ്ടായിട്ട് വന്നില്ല എന്ന് കുറ്റപ്പെടുന്നില്ല, മറിച്ച് അവരൊരു പക്ഷെ ഒരു വല്ല ബന്ധനത്തിലായിരിക്കാം. നമ്മളുടെ ഇവിടെ ഇരിക്കുമ്പോൾ, ദൈവം മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൈനീട്ടി അല്ലെങ്കിൽ മനസ്സ് നീട്ടി അവരെ കൂടി ദൈവമേ നിന്റെ സന്നിധിയിൽ ചേർത്ത് പിടിക്കാമോ, നിന്റെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കാമോ എന്ന് ചോദിക്കാനായിട്ടൊരു മനോഭാവം നമുക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. ഈ പഞ്ചസാര എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതാണ്. പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ടാണോ പഞ്ചസാരയെ സൃഷ്ടിച്ചേക്കുന്നത്? അല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ദൈവം ചില കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ദിവസം ഒരു 25 നന്മ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. എല്ലാ ദിവസവും 25 നന്മ ചെയ്തു. മനസ്സാ വാചാ കർമ്മ, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം. 25 പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 25 നന്മ ചെയ്ത് അതിനെ കീഴടക്കണം. നമ്മള് മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സാ വാച കർമ്മണ നമ്മളുടെ ജീവിതത്തില് ദൈവത്തെ മാറ്റിവെക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, ഈ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിന് അതിന്മേല് ആധിപത്യം കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനികനും ദൈവരാജ്യവും. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനില്ലാതെ നല്ലവനായി ആരില്ല എന്ന് പറയുന്നത്. ദൈവം ആണ് നല്ലവൻ, വേറെ ആരും നല്ലവനില്ല എന്ന് പറയുന്നെങ്കിൽ ഇവൻ പറയുന്നത് നല്ലവനായ ഗുരു എന്ന് പറയുന്നത് ഈശോയോടാ ചോദിക്കുന്നത്. നല്ലവനായ ഗുരു, ഈശോ പറയുകയാണ് ദൈവമാണ് നല്ലവൻ, ഇത് നീ എന്തിനാ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു? യഥാർത്ഥത്തില് അവൻ യേശു ദൈവമാണെന്നുള്ള ബോധത്തോടെയാണോ വിളിക്കുന്നത്? നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നന്മ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ, ഞങ്ങൾക്കുള്ളവ പങ്കുവെക്കാനുള്ള കൃപ തരണമേ. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ചിന്ത ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണം. ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് നല്ലൊരു ഉപദേശമായിരിക്കാം, നല്ല സ്നേഹത്തിന്റെ കരുതലായിരിക്കാം, ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള സാഹചര്യമായിരിക്കാം. കർത്താവേ, അത് ചെയ്യാനുള്ള കൃപ തരണമേ, പങ്കുവെക്കാനുള്ള കൃപ തരണമേ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ പങ്കുവെക്കാൻ കൃപ തരണമേ എന്ന് പറയും പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയം തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.